ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ പാർട്ടിൻ്റെ ഒന്നാമത്തെ പാഠം. അതിൽ ആവൃത്തി, സ്വാഭാവിക ആവൃത്തി ഇതൊക്കെയാണ്. ആവൃത്തി, സ്വാഭാവിക ആവൃത്തി, പ്രണോദിത കമ്പനം, പിന്നെ അനുനാദം. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത്തത് ആവൃത്തി. ആവൃത്തി നമുക്കറിയാം, നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ദോലനത്തിൻ്റെ കേസാണെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം, 1 സെക്കൻഡിൽ എത്ര തവണ ദോലനം ചെയ്യുന്നുണ്ടോ അതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഇനി ദോലനമല്ല, സാധാരണ തരംഗത്തിൻ്റെ അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം ഇവ എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ ആവൃത്തി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണം, ഇതിനെ പറയുന്ന പേരാണ് ആവൃത്തി. 1 സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണം, ഇതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആവൃത്തി കണ്ടുപിടിക്കാൻ നമുക്ക് 2 സമവാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, പീരീഡ് തന്നിരുന്നാൽ, ടൈം പീരീഡ് തന്നിരുന്നാൽ എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉള്ളത്, F = 1/t, ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും ടൈം പീരീഡ് തന്നിരുന്നു കഴിഞ്ഞാൽ. ഇനി നമുക്ക് തരുന്നത് തരംഗവേഗവും തരംഗ ദൈർഘ്യമാണ് തരുന്നതെങ്കിൽ, തരംഗവേഗം എന്ന് പറഞ്ഞാൽ v, തരംഗവേഗം ഇത് നമ്മൾ പിന്നീട് പഠിക്കും. തരംഗവേഗം, തരംഗ ദൈർഘ്യം ലാംഡ, ഇവയാണ് തന്നിരുന്നു കഴിഞ്ഞാൽ ആവൃത്തി അല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് F = v/λ, ഇങ്ങനെയായിരിക്കും. ഇത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും പഠിക്കും. ആവൃത്തിയുടെ ഒരു SI യൂണിറ്റ് ഉണ്ട്. ആവൃത്തിയുടെ SI യൂണിറ്റിന് പറയുന്ന പേരാണ് ഹെഡ്സ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെഡ്സ് എന്ന് പറയുന്ന പേര്, SI യൂണിറ്റ് ആവൃത്തിക്ക് നൽകിയത്. F = ഹെഡ്സ്, തരംഗ ദൈർഘ്യത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് ഹെഡ്സ്. ഇത് പലതരത്തിലാണ് ഉപയോഗിക്കുന്നത്. കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ്, ഇങ്ങനെ പല ഫ്രീക്വൻസി പറയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഹെഡ്സ്, ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെഡ്സ്. ഇനി രണ്ടാമത് സ്വാഭാവിക ആവൃത്തി. സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്ക്, അതിൽ നമ്മൾ റീഡിങ് എഴുതിയിരിക്കുന്ന 512 ആണെന്ന് വിചാരിക്കുക. 512 ആയിരിക്കും അതിൻ്റെ ആവൃത്തി. ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുക, അതിൽ 512 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആവൃത്തി. അതിനെ നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നത് 512 ഹെഡ്സിലായിരിക്കും. ഇതിനെയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വാഭാവികമായിട്ട് നമ്മൾ കമ്പനം ചെയ്യിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ആവൃത്തിയിൽ കമ്പനം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അതായത് 512 ഹെഡ്സുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിക്കുകയാണെങ്കിൽ ഇത് കമ്പനം ചെയ്യുന്നത് 512 ഹെഡ്സിലായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഈ സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യുകയുള്ളൂ. ഇനി
ഹെഡ്സ് കുറഞ്ഞതാണെങ്കിൽ കമ്പനം ചെയ്യിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഹെഡ്സിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഈ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന് വസ്തുവിൻ്റെ നീളം, വസ്തുവിൻ്റെ വലിപ്പം, ഇലാസ്റ്റികത, ഇനി പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇതൊക്കെയാണ് സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ, മാറ്റി മാറ്റി ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ വസ്തുവിൻ്റെ നീളം, വസ്തുവിൻ്റെ വലിപ്പം, ഇലാസ്റ്റികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, ഇത്രയും തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ എന്ന് ചോദിക്കാം. എന്നിട്ട് എയും ബിയും സിയും ഡിയും ഇവയെല്ലാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം എന്ന് നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി മൂന്നാമത്തെ പ്രണോദിത കമ്പനം. എന്താണ് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ പ്രേരിത കമ്പനം? ഇപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ 512 ഹെർട്സിൽ കമ്പനം ചെയ്യാൻ കഴിവുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ കമ്പനം ചെയ്യിപ്പിച്ച് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മേശയും കമ്പനം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മേശയിലും ഒരു ശബ്ദം ഉണ്ടാകും. ഈ കമ്പനം ഉണ്ടായത് ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ചപ്പോൾ അതിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ കമ്പനം ഉണ്ടായത്. ഇങ്ങനെ പ്രേരണ കൊണ്ടുണ്ടാകുന്ന കമ്പനത്തിനെ പറയുന്ന പേരാണ് പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ പ്രേരിത കമ്പനം എന്ന് പറയുന്നത്. എന്നാൽ ഇനി അനുനാദം, നാലാമത്തത്. അനുനാദം എന്ന് പറയുന്നത് ഈ പ്രണോദിത കമ്പനം, ഇതിപ്പോൾ 512 ഹെർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ച് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഈ മേശയും 512 ഹെർട്സിൽ കമ്പനം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അനുനാദത്തിലാണെന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് അനുനാദം എന്ന് പറയുന്നത്. അതായത് പ്രണോദിത കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ ഈ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും ഈ പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അതിനെ പ്രണോദിത കമ്പനം എന്ന് പറയും. ഇവിടെ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഏതാണ്? മേശ. നമ്മളിപ്പോൾ 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കിനെ എടുത്ത് ഒരു മേശപ്പുറത്താണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു എന്ന് പറയുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും മേശയാണ്. ഈ പ്രേരണം ചെലുത്തുന്ന വസ്തു എന്ന് പറയുന്നത് ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പോൾ ഈ പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ ആവൃത്തിയും തുല്യമായിട്ട് വരുമ്പോൾ അതിനെ നമ്മളെന്ത് പറയും? അനുനാദം എന്ന് പറയും. അനുനാദത്തിലാണ് ആ വസ്തു എന്ന് പറയും. രണ്ടും എന്തായിരിക്കും? ഇതിൻ്റെ കമ്പനം, ഇതിൻ്റെ ആവൃത്തി സമം ഈ മേശയുടെ ആവൃത്തി തുല്യമാകുമ്പോൾ. 512 നമ്മൾ ഉപയോഗിച്ചതെന്ന് വയ്ക്കി, 512 ഹെർട്സിൻ്റെതാണ് ഉപയോഗിച്ചതെന്ന് വയ്ക്കി. അപ്പോൾ ഈ 512 ഹെർട്സിൽ ഈ മേശയും കമ്പനം ചെയ്യാൻ തുടങ്ങുമ്പോൾ മേശ അനുനാദത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് പറഞ്ഞത്. ഒന്ന് ആവൃത്തി, സ്വാഭാവിക ആവൃത്തി, പ്രണോദിത കമ്പനം, അനുനാദം. ആവൃത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ 2 തരത്തിൽ പറയാം. ഒന്ന് ദോലനത്തിൻ്റെ കേസിലാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര തവണ ദോലനം ചെയ്തു, അതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം, 1 സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നുപോയ തരംഗങ്ങളുടെ എണ്ണം, ഇതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പിന്നീട് പഠിക്കും. ഒന്നാമത്തെ സമവാക്യം നമുക്ക് ടൈം പീരീഡ് തന്നിരുന്നാൽ, ടി തന്നിരുന്നു കഴിഞ്ഞാൽ
ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/t. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വിയും ലാംഡയും ആണെങ്കിൽ, അതായത് തരംഗ വേഗവും തരംഗ ദൈർഘ്യവും ആണെങ്കിൽ ആവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് F=v/λ. ആവൃത്തിയുടെ SI യൂണിറ്റ് പറഞ്ഞു. ഹെഡ്സ്, ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹെഡ്സ് എന്ന് പറയുന്ന വാക്യം എടുത്ത് ഹെഡ്സ് എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആവൃത്തിക്ക് SI യൂണിറ്റായിട്ട് കൊടുത്തത്. പിന്നെ സ്വാഭാവിക ആവൃത്തി പറഞ്ഞു. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ, ഇപ്പോൾ 512 ട്യൂണിംഗ് ഫോർക്കിനെ എടുത്ത് നമ്മൾ കമ്പനം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് കമ്പനം ചെയ്യുന്നത് 512 ഹെഡ്സിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് കമ്പനം ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവൃത്തിയെ പറയുന്ന പേരാണ് സ്വാഭാവികമായ ആവൃത്തി. സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുമ്പോൾ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി. ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു. വസ്തുവിൻ്റെ നീളം, വലിപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇനി പ്രണോദിത കമ്പനം പറഞ്ഞു. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നത്. അതായത് 512 ഹെഡ്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് മേശ പുറത്ത് വെച്ചാൽ ഈ വസ്തുവിൻ്റെ പ്രേരണ മൂലം മേശയും കമ്പനം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് പ്രണോദിത കമ്പനം. ഇനി അനുനാദം, അതായത് പ്രേരണ കൊടുക്കുന്ന വസ്തു, ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനവും ഈ മേശ കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു, പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു, അതായത് ഈ മേശയുടെ കമ്പനവും ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനവും സെയിം ആകുമ്പോൾ അതിനെ നമ്മളെന്ത് പറയും? ആ വസ്തു അനുനാദത്തിലാണ് എന്ന് പറയാം. അപ്പോൾ ഇവയൊക്കെയാണ് ഈ 4 കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഇതിൽ ആവൃത്തിയെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ബൈ.